സല്യൂട്ട് സജ്ജനങ്ങളെ. 2006 ശബരിമലയിൽ ഒരു ദേവപ്രശ്നം നടന്നു. എല്ലാ അമ്പലങ്ങളിലും ഇതുപോലെ കാലാകാലങ്ങളിൽ ദേവപ്രശ്നങ്ങൾ നടത്താറുണ്ട്. എന്തുകൊണ്ടാണ് അത് നടത്തുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള അറിവില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ക്ഷേത്രത്തിന് എന്തെങ്കിലും പുനരുദ്ധാരണ പ്രവർത്തനം നടത്താനാണെങ്കിൽ, അങ്ങനെ ഒരു ആഗ്രഹം ക്ഷേത്ര ഭാരവാഹികളുടെ മനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയ നവീകരണത്തിനായിട്ട് ഫണ്ട് വേണം എന്നുണ്ടെങ്കിൽ, കുറച്ച് സൗകര്യങ്ങൾ കൂട്ടാൻ വേണ്ടി ഒക്കെയാണ് ഈ ദേവപ്രശ്നം എന്ന് പറഞ്ഞ് ഓരോ വർഷമോ 2 വർഷമോ കൂടുമ്പോൾ വിളിച്ചു ചേർക്കുന്നതും. ഏതെങ്കിലും ഒരു ജ്യോതിഷി വന്നിരുന്ന് കുറെ കവടിയൊക്കെ നിരത്തി കൂടിയിട്ട് പറയും പ്രശ്നമാണല്ലോ, അപ്പൊ പ്രശ്നങ്ങളെ പറയുള്ളൂ, ഒരിക്കലും നല്ലത് പറയാറില്ല. ദേവൻ പ്രീതിപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തിന് വളരെ സന്തോഷമാണ് എന്നൊരിക്കലും പറഞ്ഞു കേട്ടിട്ടില്ല. എപ്പോഴും കുറേ പ്രശ്നങ്ങളാണ് പറയുക. ദൈവത്തിന് വളരെയധികം കോപമാണ്, കോപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വിഷമത്തിലാണ്, സങ്കടത്തിലാണ്, ഇവിടെ ദുരിതം വരും, ദുരന്തം വരും എന്നൊക്കെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും വിളമ്പും. എന്നിട്ട് കുറെ പരിഹാര മാർഗങ്ങളും നിർദ്ദേശിക്കും. അപ്പൊ അങ്ങനെ 2006 നടന്ന ദേവപ്രശ്നത്തിന്റെ ഒരാള്, അത് നയിച്ചിരുന്ന ഒരു ജോത്സ്യൻ എന്ന് പറയുന്നത് പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഇതുപോലെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അയ്യപ്പന് വളരെയധികം ബുദ്ധിമുട്ടാണ്, വിഷമമുണ്ട്, സങ്കടമുണ്ട്, ഇവിടെ അശുദ്ധിയുണ്ട്. എന്നിട്ട് അതിന്റെ കാരണമായും പറഞ്ഞു, അത് ഒരു സ്ത്രീ കയറി, ഒരു യുവതി ക്ഷേത്രത്തിനുള്ളിൽ കയറി അയ്യപ്പ വിഗ്രഹത്തിൽ തൊട്ടിട്ടുണ്ട്, സ്പർശിച്ചിട്ടുണ്ട്, അയ്യപ്പ വിഗ്രഹത്തിന് കളങ്കമേറ്റിട്ടുണ്ട് എന്നൊക്കെ വെച്ച് കാച്ചി. അപ്പൊ അത് പെട്ടെന്ന് പത്രക്കാരൊക്കെ അറിയുമല്ലോ. അപ്പൊ പത്രങ്ങളിലൂടെ ഇത് പുറത്തു വന്നു. ആളുകൾക്കൊക്കെ വളരെ അമ്പരപ്പുണ്ടായി അതെങ്ങനെ സംഭവിക്കുമെന്ന്. അപ്പൊ ഉറപ്പിച്ച് ആൾക്കാർ പറയുന്നുണ്ട്, ഒരിക്കലും അതങ്ങനെ സംഭവിക്കില്ല, ഞങ്ങൾ പോലീസുകാരും ഒക്കെ ഉള്ളതാണല്ലോ. ഇപ്പൊ എപ്പോഴാണ് ഈ സ്ത്രീ കയറിയതെന്ന് ചോദിച്ചാൽ 1986 അപ്പൊ 86 ശേഷം 2006 20 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയുന്നത് അല്ലേ. പെട്ടെന്ന് 20 വർഷം കഴിഞ്ഞിട്ടാണോ ഭഗവാന് ഒരു സ്ത്രീ വന്ന് 20 വർഷം മുമ്പ് എന്നെ സ്പർശിച്ചു എന്ന് പറഞ്ഞ് സങ്കടം ഉണ്ടായതൊന്നും ആരും ചോദിച്ചില്ല. ഇതൊരു വലിയ വിവാദമായി. അപ്പൊ സ്വയം പറഞ്ഞത് സമർത്ഥിക്കാൻ എന്ന വണ്ണം ഈ ഉണ്ണികൃഷ്ണ പണിക്കര് വന്ന് പത്രങ്ങളിലൂടെ പറഞ്ഞു, എനിക്ക് അറിയാം ആരാണ് ഈ വിഗ്രഹത്തിൽ സ്പർശിച്ചത് എന്നുള്ളത് എനിക്കറിയാം, എനിക്ക് ആ സ്ത്രീയെ പരിചയമുണ്ട്, നേരിട്ട് എനിക്ക് പരിചയമുള്ള കാര്യമാണ്, അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആരാണെന്ന് നോക്കിയപ്പോൾ കർണാടകയിലുള്ള ഒരു സിനിമാ നടിയാണ്, ജയമാല എന്നായിരുന്നു ആ നടിയുടെ പേര്. വളരെ പ്രശസ്തയായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവർ 26-ാമത്തെ വയസ്സിൽ ശബരിമലയിൽ ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെ ഭർത്താവിൻ്റെ കൂടെയൊക്കെ വന്നെന്നും ആ സമയത്ത് തള്ളിൽപ്പെട്ട് മുന്നോട്ടാഞ്ഞ് ശ്രീകോവിലിൻ്റെ അകത്തേക്ക് പോവുകയും കൈയെത്തി ഭഗവാന്റെ വിഗ്രഹത്തിൽ തൊട്ടു എന്നുമാണ് അവര് പത്രങ്ങളിലൂടെ പറഞ്ഞത്. പിന്നീട് ഉണ്ണികൃഷ്ണൻ തന്നെ എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ടാണോ എന്നറിയില്ല, ജയമാലയെ കൊണ്ട് ഒരു ഫാക്സ് എക്സിക്യൂട്ടീവ് ഓഫീസർ ദേവസ്വം ബോർഡിനെ അയപ്പിച്ചു. എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ 86 വന്ന് ശബരിമലയിൽ വന്ന് ഇങ്ങനെ ചെയ്യും. അവിടെയുള്ള മേൽശാന്തിയും മറ്റ് ശാന്തിമാരും അഡ്മിനിസ്ട്രേഷനും ഒക്കെയാണ് ഞാൻ അകത്ത് കയറി തൊഴാനായിട്ട് സഹായം ചെയ്ത് തന്നത് എന്നൊക്കെയുള്ള മട്ടിൽ അവര് എഴുതിക്കൊണ്ടായിരുന്നു ആ കത്ത് കൊടുത്തിരുന്നത്. അപ്പൊ ഇങ്ങനെ വന്ന് പത്രത്തിലൂടെ അത് പറഞ്ഞപ്പോ വലിയ വിവാദമാവുമല്ലോ. 1950 കർശനമായ ഒരു നിർദ്ദേശം ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ അമ്പലം അധികാരികൾ പുറപ്പെടുവിക്കുന്നത്. ഇതുപോലെ ശബരിമല ക്ഷേത്രത്തിനുള്ളിൽ സ്ത്രീകൾക്ക് പ്രവേശനം നിഷിദ്ധമാണ് എന്നുള്ള രീതിയിൽ. അതിനു മുമ്പ് സ്ത്രീകൾ പോവാറില്ലായിരുന്നു. കാരണം കാട്ടിൻ്റെ അകത്ത് ഉൾക്കാട്ടി കിടക്കുന്ന ഒരു അമ്പലം, അവിടെ വിഗ്രഹം എന്ന് പറയുന്നത് വളരെ പവിത്രമാണ്, പരിപാവനമാണ് എന്നൊക്കെ പറയുന്നു. എന്തായാലും 50 ഒരു വലിയൊരു തീയും നാശനഷ്ടങ്ങളും ഒക്കെ അവിടെ ഉണ്ടായി. അവിടെ മനഃപൂർവ്വം ആരും ഉണ്ടാക്കിയതാണ്. കുറെ ആൾക്കാർ കയറി അമ്പലം നശിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അപ്പൊ എന്നിട്ട് എല്ലാം എടുത്ത് തീ കത്തിച്ച വിഗ്രഹമൊക്കെ തച്ചുടച്ച എല്ലാം ചെയ്തതിന് ശേഷം പിന്നീട് നവീകരിച്ചെടുത്ത അമ്പലമാണ് ഇപ്പൊ കാണുന്നത്. അതിനുശേഷം ഒരുപാട് നവീകരണം നടത്തി. എന്നാലും പിന്നീട് ഒരുപാട് പ്രാവശ്യം തീയൊക്കെ അവിടെ ഉണ്ടായെങ്കിലും അങ്ങനെ കാര്യമായിട്ട് ശ്രീകോവിലിനടുത്തോട്ടൊന്നും പോയില്ല. പക്ഷെ ആ സമയം ഒരു തീരുമാനം എടുത്തിരുന്നു, ഇങ്ങനെ സ്ത്രീകൾക്ക് ഇവിടെ പ്രവേശിക്കാൻ പാടില്ല എന്ന്. 40 ദിവസത്തെ വ്രതം വേണം, സ്ത്രീകളെ കൊണ്ട് പറ്റില്ലല്ലോ. അത് 10-12 വയസ്സിന് പ്രായമാകുന്നതിന് മുമ്പായിരിക്കണം, അല്ലെങ്കിൽ മെനോപോസ് വന്നതിന് ശേഷം 50 വയസ്സൊക്കെ കഴിഞ്ഞ ശേഷമായിരിക്കണം. എന്നാലും നടന്ന് കാട്ടിൽ കൂടെ കുറേ ദൂരം പോയി, യാത്രയൊക്കെ വളരെ കഠിനമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സ്ത്രീകൾക്കൊന്നും പൊതുവെ താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ സ്ത്രീകൾ പോവില്ലായിരുന്നു. പിന്നീട് കഥയുണ്ടായത് അയ്യപ്പൻ ഇങ്ങനെ ബ്രഹ്മചാരിയാണെന്നും സ്ത്രീകളെ ഇഷ്ടമില്ല എന്നും
അവിടെ പോകുന്നത് അയ്യപ്പന് ദൈവത്തിന് ഇഷ്ടമില്ല, കോപം വരും എന്നൊക്കെയുള്ള മട്ടിൽ പറഞ്ഞു. അങ്ങനെ കഥകളൊക്കെ ഉണ്ടായിരുന്നു. 1961 തോന്നുന്നു ശ്രീ അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരു സിനിമ ആദ്യമായിട്ട് ഇറങ്ങുന്നത്. മലയാള സിനിമയായിരുന്നു, കളറിലായിരുന്നു. ഒരു തെലുങ്ക് സംവിധായകനായിരുന്നു അത് സംവിധാനം ചെയ്തിരുന്നത്. മലയാളത്തിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ പല ഭാഷകളിലായിട്ട് അത് പിന്നെ ഇറങ്ങി. വളരെ സൂപ്പർ ഹിറ്റായിട്ടുള്ള ഒരു സിനിമയായിരുന്നു അത്. ആ സിനിമ എനിക്കൊന്ന് യൂട്യൂബിൽ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, നോക്കിയാൽ. ആ സിനിമയുടെ ഹിറ്റിന് ശേഷമാണ് ശബരിമലയിലേക്ക് ആളുകൾ ഇടിച്ചു കയറാൻ തുടങ്ങിയത്. പിന്നെ അതിനുശേഷം വേറൊരു സിനിമയും ഇടയ്ക്കൂടെ ഇറങ്ങി, ശ്രീ ധർമ്മശാസ്താവെന്നോ മറ്റോ പറഞ്ഞിട്ട്. പിന്നെ 1975 നീല ഫിലിംസിൻ്റെയോ മറ്റോ വേറൊരു വലിയ ഫിലിം ഇറങ്ങിയായിരുന്നു, സ്വാമി അയ്യപ്പൻ. അതിപ്പോഴും അതിൻ്റെ പാട്ടുകളൊക്കെ വളരെയധികം പ്രശസ്തമാണ്. അപ്പോൾ ആ സ്വാമി അയ്യപ്പൻ സിനിമ കഴിഞ്ഞപ്പോഴേക്കും കുറച്ചും കൂടെ അയ്യപ്പൻ്റെ പ്രശസ്തി കൂടി. അതും ഹിറ്റായിരുന്നു ഫിലിം. അപ്പോൾ അങ്ങനെ സിനിമകൾ കൊണ്ട് ഒരു വലിയ പ്രശസ്തി ക്ഷേത്രത്തിന് കിട്ടുകയും അവിടേക്ക് ഈ ഭക്തജനങ്ങളുടെ പ്രവാഹം നടക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ആൾക്കാരെല്ലാവരും അയ്യപ്പനെ കാണാനായിട്ട് ഇങ്ങനെ പ്രവഹിക്കുന്ന സമയത്ത് പോലീസുകാരെ കൂടുതൽ നിയോഗിക്കും, കർശനമായിട്ട് നോക്കും ഇങ്ങനെ സ്ത്രീകൾ കയറുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. കയറുന്നുണ്ടെങ്കിൽ തടയും, പമ്പയിൽ വെച്ച് തടയും. പമ്പ വരെ മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനം ഉണ്ടാവുള്ളൂ. അവിടെ അവരിയ്ക്കും, പുരുഷന്മാർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവരുടെ കൂടെ തിരിച്ചു പോകും. അങ്ങനെയായിരുന്നു നടപടി. അപ്പോൾ അത് ലംഘിച്ചുകൊണ്ട് ജയമാല എന്ന് പറയുന്ന സാമാന്യം ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ത്രീയാണല്ലോ. അപ്പോൾ അവരിതെല്ലാം ലംഘിച്ചുകൊണ്ട് അകത്ത് കയറി മോള് വരെ 18 പടിയും കയറി മോളിൽ ചെന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ തൊട്ടു എന്നൊക്കെ പറയുമ്പോൾ അത് അസ്വാഭാവികമായിട്ട് കേൾക്കുന്നവർക്ക് തോന്നാം. പക്ഷെ എന്തുകൊണ്ടോ അന്ന് ഒരു കേസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2006 കേസെടുത്തു. 120B ക്രിമിനൽ കോൺസ്പിറസി, പിന്നെ 295A IPC. 295 എന്ന് പറഞ്ഞാൽ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം. അപ്പോൾ അങ്ങനെ ഈ 2 സെക്ഷനും വെച്ച് കേസെടുത്തു. രണ്ടും ചെറിയ സെക്ഷൻസാണ്. ജാമ്യം കിട്ടും അറസ്റ്റ് ചെയ്താൽ തന്നെ. പിന്നെ 2 വർഷത്തെ തടവും 2.5 വർഷത്തെ തടവും ഒക്കെയാണ് പരമാവധി ശിക്ഷ. പക്ഷെ എന്നാലും കേസെടുത്തപ്പോൾ തൊട്ട് ഇവരെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ബഹളമൊക്കെ ഉണ്ടായി. എന്തായാലും അതങ്ങനെ നീണ്ടു പോയി. അങ്ങനെ ഞാൻ അവിടെ ക്രൈംബ്രാഞ്ചിൽ IG ആയിട്ട് ചെല്ലുന്ന സമയമാണ് കേസിൽ ഞാൻ എടുത്തു വെച്ച് നോക്കി. അവസാനം വിചാരിച്ചു ബാംഗ്ലൂർ ഒരാളെ, ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ ജയമാലയെ ഒന്ന് ചോദ്യം ചെയ്യാം, വിശദമായ സ്റ്റേറ്റ്മെന്റ് എടുക്കാം. കേസിലെ 3ാം പ്രതിയായിരുന്നു ജയമാല. 1ാം പ്രതി ഉണ്ണികൃഷ്ണ പണിക്കരായിരുന്നു. 2ാമത്തെ പ്രതി എന്ന് പറയുന്നത് ആദ്യം ഒരു രാജൻ എന്ന പേരുള്ള ഒരാളായിരുന്നു. പക്ഷെ അയാൾക്ക് ഇൻവോൾവ്മെന്റ് ഇല്ല, അവിടുത്തെ ഒരു ഓഫീസറായിരുന്നു. ആൾ ഇതിനകത്ത് ഇൻവോൾവ് അല്ല എന്ന് കണ്ടതുകൊണ്ട് ആളെ മാറ്റിയിട്ട് പകരം ജയമാലയുടെ ഒരു അസിസ്റ്റന്റ് രഘുപതി എന്ന് പറയുന്ന ഒരാൾ, അയാളെ പ്രതിയാക്കി. 3ാമത്തെ പ്രതിയായിരുന്നു ജയമാല. അപ്പം അങ്ങനെ 3 പ്രതികളെ വെച്ചിട്ടായിരുന്നു കേസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരുന്നത്. നോക്കിയപ്പോൾ കാര്യമായിട്ട് ഇങ്ങനെ അന്വേഷണമൊന്നും നടന്നിട്ടില്ല. ഇങ്ങനെ കുറേ നീട്ടി കൊണ്ടുപോകുന്ന ഒരു പ്രവണതയാണ്. ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതങ്ങനെ ഇങ്ങനെ കിടക്കട്ടെ എന്ന ഒരു നിർദ്ദേശം കിട്ടിയത് കൊണ്ടാണ്. അങ്ങനെ ഇത് കുറച്ച് സെൻസിറ്റീവാണ്. ഒരു ടീം അവിടെ ചെന്നു, അവരിത് എല്ലാം വിശദമായിട്ട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് ഉണ്ണികൃഷ്ണ പണിക്കരെ അവർക്ക് കുറേ നാളായിട്ട് അറിയാം. ഇടയ്ക്കിടയ്ക്ക് ബാംഗ്ലൂരൊക്കെ ചെന്ന് അവരുടെ വീട്ടിലൊക്കെ ചെന്നിട്ട് കുറേ പൂജകളും അതും ഇതുമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പ്രാവശ്യം പൂജ നടത്തി അവർക്ക് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായൊക്കെ പറഞ്ഞ ശേഷം പറഞ്ഞു നിങ്ങളെന്തോ പാപം ചെയ്തിട്ടുണ്ട്, അപ്പം അതിനുള്ള പാപ പരിഹാരം കാണണം എന്ന് പറഞ്ഞപ്പോഴാണ് ജയമാല പറഞ്ഞതോ ഞാൻ ശബരിമലയിൽ പോയിട്ടുണ്ട് എന്ന്. അപ്പോൾ ശബരിമലയിൽ പോയി അത് ചെയ്തു ഇപ്പോൾ പാപ പ്രശ്ന പരിഹാരം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പൂജയൊക്കെ ചെയ്യിച്ചിട്ടൊക്കെയാണ് വന്നത്. അത് കുറേ നാൾ മുമ്പായിരുന്നു. അതിനുശേഷം പിന്നെ ശബരിമലയിൽ ദേവപ്രശ്നം ചെയ്യാനൊരു ചാൻസ് കിട്ടിയപ്പോൾ അത് വെച്ചിട്ട് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ആൾ ഇതങ്ങ് പറഞ്ഞു എന്നുള്ള മട്ടിലാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞത്. അപ്പോൾ ആൾക്കൊരു പ്രശസ്തി കിട്ടുമല്ലോ. അപ്പം ഈ പേരിങ്ങനെ കേരളക്കരയാകെ ഇങ്ങനെ പറയും, ആൾക്കാരെല്ലാവരും അയാളുടെ അടുത്തേക്ക് പോകും. അയാളിങ്ങനെ പ്രവചിച്ചു ഇങ്ങനെ ഒരു സ്ത്രീ അവിടെ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു, അവസാനം ഒരു സ്ത്രീ ശരിക്കും കയറിയിട്ടുണ്ടെന്നുള്ള കഥ പുറത്തു വന്നു എന്നൊക്കെ പറയുമ്പോൾ ആൾക്ക് വലിയൊരു ജ്യോത്സ്യനാണ് എന്നൊക്കെയുള്ള ഒരു ചിന്ത വരുമ്പോൾ എല്ലാവരും അയാളുടെ അടുത്തേക്ക് പോകും. അപ്പം അങ്ങനെ ഒരു പ്രശസ്തിക്കും പേരിനും പണത്തിനും ഒക്കെ വേണ്ടി അയാൾ ചെയ്തതാണ് എന്നുള്ള മട്ടിലായിരുന്നു അന്വേഷണം കണ്ടിരുന്നത്. പക്ഷെ എന്നാലും ചാർജ് ഷീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഈ കേസ് വളരെ ഒരു വിഡ്ഢിത്തം നിറഞ്ഞ ഒരു കേസാണ്, രസമാണെങ്കിൽ പോലും നമുക്കത് എഴുതി തള്ളാം എന്നൊക്കെയുള്ള മട്ടിൽ ഞാനത് റെക്കമെൻഡ് ചെയ്തു. പക്ഷേ എന്തുകൊണ്ട് വേണ്ട, അങ്ങനെ നിൽക്കട്ടെ എന്നാണ് പറഞ്ഞത്. എന്തായാലും 2010 ആയപ്പോഴേക്കും ഈ കേസ് ചാർജ് ഷീറ്റ് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ഒരു നിർദ്ദേശത്തിൻ്റെ പുറത്ത് കേസ് ചാർജ് ഷീറ്റ് ചെയ്തു.
2011 ആയപ്പോഴേക്കും റാന്നിയിൽ ഉള്ള ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് ചാർജ് ഷീറ്റ് ചെയ്തത്. കോട്ടയത്തുള്ള യൂണിറ്റാണ് അന്വേഷിച്ചിരുന്നത് കേസ്. കേസിന്റെ ട്രയൽ തുടങ്ങിയ സമയത്ത് തന്നെ അവർ പോയി 2 കേസ് കൊടുത്തു. ഒന്ന് കർണാടക ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തു, അറസ്റ്റ് തടയണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓർഡറിന്റെ ബേസിസിൽ അവർ അല്ലെങ്കിലും അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇതുപോലുള്ളൊരു കൊച്ചു കേസിൽ എങ്ങനെ അറസ്റ്റ് ചെയ്യും. രണ്ടാമത്തെ 2012 മറ്റോ കേസ് തള്ളിക്കളഞ്ഞു. ഹൈക്കോടതിയിൽ ഇവരൊരു കേസ് ഫയൽ ചെയ്തിട്ട് ഹൈക്കോടതി പറഞ്ഞു ഇത് വിട്ടിത്തമുള്ള കേസാണ്, ഇത് നിൽക്കത്തില്ല, ഇതെടുത്തത് എന്തിനാണെന്നൊക്കെ കുറേ ചോദ്യം ചോദിച്ചിട്ട് ഹൈക്കോടതി കേസ് ക്വാഷ് ചെയ്തു, തള്ളിക്കളഞ്ഞു പൂർണ്ണമായിട്ട്. അപ്പം അങ്ങനെ കേസ് അവിടെ തീർന്നു. പക്ഷെ രസകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാളത്തേക്ക് ക്രൈംബ്രാഞ്ചിന് പണിയായി. കുറേ ആളുകൾ വിശ്വസിച്ചു ഇത് നടക്കുമെന്നുള്ളത്. ഇത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഇത്രയും ഭംഗിയുള്ള ഒരു സ്ത്രീ പമ്പ വരുമ്പോൾ തന്നെ ആളുകൾ എല്ലാവരും നോക്കും. ഡിസ്ഗൈസിലൊക്കെ വരണം. പുരുഷന്റെ വേഷം കെട്ടി വരാനാണെങ്കിൽ ചിലപ്പം കടന്നു പോവാം. പക്ഷെ എന്നാലും അങ്ങനെ പുരുഷന്റെ വേഷം കെട്ടിയല്ല ഞാൻ സാരി ഉടുത്താണ് വന്നത് എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. രണ്ടാമത്തെ കാര്യം, ഒരു 18 പടി കയറി എന്ന് പറയുന്നുണ്ട്. 18 പടിയൊന്നും കയറാനായിട്ട് അങ്ങനെ സ്ത്രീകൾക്ക് പറ്റില്ല. 26 വയസ്സിൽ പറ്റില്ല. പിന്നെ കയറി മോളിൽ ചെന്ന് മേൽശാന്തിയെ കണ്ടുവെന്നും ആ മേൽശാന്തിയുടെ കൂടെ ശ്രീകോവിലിന്റെ അകത്ത് ചെന്നുവെന്നും ശ്രീകോവിലിന്റെ അടുത്ത് വെച്ചിട്ട് നല്ല ഉന്തും തള്ളും ഉണ്ടായി. അപ്പോൾ ഉന്തും തള്ളിലും ഇങ്ങനെ പുറകിൽ നിന്ന് ഒരാളെ തള്ളിയിട്ട് ഇവരങ്ങ് മുമ്പോട്ട് ആഞ്ഞു പോയി കൈ എത്തി വിഗ്രഹത്തിൽ ഇങ്ങനെ തൊട്ടു എന്നാണ് പറയുന്നത്. അത് ഒരിക്കലും നടക്കില്ല. കാരണം അയ്യപ്പന്റെ വിഗ്രഹം വളരെ അകത്തേക്കാണ് ഇരിക്കുന്നത്. പടിയുടെ അവിടെ നിന്ന് തെന്നിയാൽ പോലും കൈയെത്തി തൊടാനായിട്ടൊന്നും പറ്റില്ല. അപ്പം അത് അവിശ്വസനീയമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് ആ സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷെ അവര് ഒരു കാരണവശാലും ആ ജോത്സ്യനെ മോശമാക്കുന്ന രീതിയിലൊന്നും പറഞ്ഞില്ല. അയാളെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു സംസാരിച്ചിരുന്നത്. പിന്നെ ഈ ജയമാല പിന്നീട് രാഷ്ട്രീയത്തിലൊക്കെ കയറി കർണാടകയിലെ ഒരു മന്ത്രിയായി, സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ മന്ത്രിയായി പ്രവർത്തിക്കുകയും ചെയ്തു. നാഷണൽ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട് ഏതോ ഒരു സിനിമയ്ക്ക്. പ്രശസ്തയായ ഒരു നടിയാണ്. പിന്നെ അതുപോലെ രാഷ്ട്രീയത്തിൽ കയറി പിന്നീട് ശബരിമലയിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് കയറാം എന്നുള്ള ഒരു ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിക്കുകയും ചെയ്തു. ഒരു അമ്പലത്തിലും സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല. ഞാൻ അന്നേ ശബരിമലയിൽ ഈ സ്ത്രീകളെ അനുവദിക്കില്ല എന്ന് പറയുന്നതിനെ വളരെ കഠിനമായിട്ട് എതിർത്തിരുന്ന ഒരു വ്യക്തിയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ ആണ്. പക്ഷേ നിരന്തരം കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ നടക്കുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാരത ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അത് ആരും പാലിക്കുന്നൊന്നുമില്ല. ഇക്വാളിറ്റി എന്ന് പറയുന്ന ആര് പാലിക്കുന്നത്? എവിടെയാണ് ഇക്വാളിറ്റി? ഒരിടത്തും ഇല്ല. നിയമങ്ങളെല്ലാം കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും എല്ലാ നിയമങ്ങളും അങ്ങനെയൊന്നും അല്ല. സ്ത്രീകൾക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകുന്ന നിയമങ്ങളുണ്ട്, പുരുഷന്മാരെ കൂടുതൽ പ്രശ്നത്തിലാക്കുന്ന നിയമങ്ങളുണ്ട്, സ്ത്രീകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിയമങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിയമങ്ങളുടെ അകത്ത് തന്നെ ഉണ്ട്. നീതിദേവത കണ്ണും കെട്ടി നിൽക്കുന്നു, ഒരു കയ്യിൽ വാള് പിടിച്ചിരിക്കുന്നു, മറു കയ്യിൽ ഒരു ഇത് പിടിച്ചിട്ടുണ്ട്, ത്രാസ്. ആ ത്രാസിന്റെ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് താന്നും ഒന്ന് പൊങ്ങിയുമാണ് ഇരിക്കുന്നത്. അതൊരു ബാലൻസ് അല്ല. അപ്പം ഒന്നാമത് ബാലൻസ് ഇല്ലാത്ത ഒരു ത്രാസ്, മറ്റേ കയ്യിലൊരു വാള്, കണ്ണ് കെട്ടി വെച്ചിരിക്കുന്നു. തുറക്കാനായിട്ട് യാതൊരു നിർവാഹമില്ല, 2 കൈയും ഓക്കുപ്പൈഡ് ആണ്. അപ്പം അങ്ങനെയുള്ള ഒരു നീതിദേവത കണ്ണും പൂട്ടി ഇരിക്കുന്നിടത്ത് നീതി ആർക്ക് വേണ്ടി? കൂടാതെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അത് വിക്ടിം ജസ്റ്റിസ് അല്ലല്ലോ, ക്രിമിനൽ ജസ്റ്റിസ് അല്ലേ. അപ്പം ക്രിമിനൽസിനെയും ക്രൈമിനെയും ജസ്റ്റിസ് കൊടുക്കുന്ന ഒരു സിസ്റ്റം പോലെയാണ് അതിൻ്റെ പരിവർത്തനം പറയുമ്പോൾ തോന്നാറ്. ഇംഗ്ലീഷിൽ അങ്ങനെയൊക്കെയുള്ള ചില വാക്കുകളുണ്ട്. ഈ കേസ് എന്ന് പറയുന്നത് സമയം മെനക്കെടുത്താനും കാശ് മെനക്കെടുത്താനും ക്രൈംബ്രാഞ്ചിൻ്റെ പണി കുറേ നാളത്തേക്ക് തടസ്സപ്പെടുത്താനും ഒക്കെ ആയിട്ടുണ്ടായ ഒരു കേസാണ്. അതിനകത്ത് ആർക്ക് പ്രശസ്തി കിട്ടി ആർക്ക് പ്രശസ്തി കിട്ടിയില്ല അതൊന്നും കാര്യമല്ല. എനിക്കൊന്നും ജയമാല തന്നെ വളരെയധികം പോപ്പുലർ ആയതിനു ശേഷമാണ്. അല്ലെങ്കിൽ ഇതുപോലൊരു നടി ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട്, ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ പലരും ചെയ്യുന്ന നടപടികളാണ് ഇതൊക്കെ. അപ്പം അത് ഇഗ്നോർ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം എന്ന് പറയുന്നത് വലിയ വിവാദമായിട്ടുള്ളൊരു വിഷയമാണ്. എൻ്റെ അച്ഛന് ശബരിമല ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ അച്ഛനൊരു ശബരിമല ഭക്തനായിരുന്നു, എല്ലാ വർഷവും പോവുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് അയ്യപ്പനെ തള്ളിപ്പറയാൻ പറ്റില്ല. കാരണം അയ്യപ്പനോട് എനിക്കിപ്പോഴും ഭക്തിയും ബഹുമാനവും സ്നേഹവും ഒക്കെ ഉണ്ട്. പക്ഷേ അമ്പലത്തിന്റെ മുന്നിൽ തന്നെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി എന്ന്. അത് ഞാനാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സംസ്കൃത വാക്കാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും. അപ്പോൾ നിങ്ങൾ എന്തിനു തേടിയാണോ വന്നത് അത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് എന്തിനാണ് വരുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ മുമ്പിൽ വലുതായിട്ട് ഉയർന്ന് കണ്ടത്. അവിടോട്ട് പോയി പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലായിടത്തും ദൈവം ഉള്ളത് കൊണ്ട്. പണ്ട് എൻ്റെ ഒരു ബന്ധു പറയുന്നത് കേട്ടിട്ടുണ്ട്, ശാസ്താംകോവിലിൽ ഒരു തിരുവനന്തപുരത്ത് ശാസ്താവിൻ്റെ ഒരു കോവിലുണ്ട് തൈക്കാട്.
അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കുന്ന ഒരാൾ ഉറക്കെ പറയുന്നത്, എൻ്റെ പൊന്നയ്യപ്പ എനിക്ക് മതിയായി ശബരിമലയിൽ പോയിട്ട്, ഇനി എന്നോട് വിരോധമൊന്നും തോന്നില്ല, ഞാൻ ഇവിടെ വന്നേ ഇനി തൊഴുള്ളൂ കേട്ടോ എന്ന്. അയ്യപ്പൻ്റെ അടുത്ത് ഈ ശബരിമലയിൽ തന്നെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഒരു കേസായിട്ട് വന്നത് ഓർമ്മയിൽ വന്നതുകൊണ്ട് അത് പറയാതിരിക്കാനാവാത്തത് കൊണ്ട് നിങ്ങളുമായി പങ്കുവച്ചതാണ്. സസ്നേഹം, ശ്രീലേഖ.